ഞങ്ങൾക്ക് ഒരു ജോലി കിട്ടി കൊട്ടാരം വെച്ച് ജീവിക്കാനൊന്നും അല്ല, അമ്മയ്ക്ക് മുടങ്ങാതെ മരുന്ന് മേടിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് സത്യം പറഞ്ഞാൽ ഈ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഈ ഒരു തെരുവിൽ വന്ന് കിടന്ന് ഇങ്ങനെ അലയേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുന്നത്. നല്ല രീതിയിൽ പഠിച്ച് റാങ്ക് ലിസ്റ്റ് വന്ന ആ ഉദ്യോഗാർത്ഥികൾ ഇന്ന് ആ സെക്രട്ടേറിയറ്റ് മുന്നിലെ പൊരി വെയിലത്ത് വന്നിരുന്ന് സമരം ചെയ്യുന്നത് കാണുമ്പോൾ വളരെ വിഷമമുണ്ട്. ഞാൻ കൂലി വേല കഴിഞ്ഞ് രാത്രി മിച്ചം വന്ന സമയത്താണ് ഞാൻ കഷ്ടപ്പെട്ടിരുന്ന് പഠിച്ചാണ് ഈ ലിസ്റ്റിന് ഞാൻ എത്തിയത്. റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി കഴിയാൻ ഇനി വെറും 57 ദിവസങ്ങൾ മാത്രമാണ് ശേഷിക്കുന്നത്. ഇനി ഒരു ഫോഴ്സ് പരീക്ഷ അവർക്ക് എഴുതാൻ പറ്റാത്ത നിരവധി ഉദ്യോഗാർത്ഥികൾ ഇതിലുണ്ട്. അവരുടെ കുടുംബത്തിന്റെയും അവരുടെയും പല പ്രതീക്ഷകളുമാണ് ഇപ്പോൾ മങ്ങിയിരിക്കുന്നത്. ഈ ഇരിക്കുന്ന ഉദ്യോഗാർത്ഥികളിൽ എന്തെങ്കിലും ഒരു നിവൃത്തി ഉണ്ടാകുന്ന ഏതെങ്കിലും ഒരാളുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ പൊരിവേലത്തും മഴയത്തും ഈ പൊടിയിലും കിടന്നിങ്ങനെ നമ്മൾ കിടന്ന് സമരം ചെയ്യേണ്ട ഒരു ആവശ്യം വരുന്നില്ലായിരുന്നു. നമുക്ക് വേറൊരു മാർഗ്ഗവുമില്ല, നമുക്ക് ജീവിക്കാൻ വേറൊരു മാർഗ്ഗമില്ലാത്തതുകൊണ്ട് മാത്രമാണ് നമ്മൾ സർക്കാരിന്റെ ഒരു ദയക്ക് വേണ്ടി ഇവിടെ കിടന്ന് ഈ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാക്കിയിട്ടുകൊണ്ട് സെക്രട്ടേറിയറ്റിന് കാവൽ നിൽക്കാൻ ആഗ്രഹിച്ച ചെറുപ്പക്കാരാണ് ഇപ്പോൾ ഇവിടെ സെക്രട്ടേറിയറ്റിന് മുമ്പിൽ മുട്ടിലിഴയുകയും നിരാഹാര സമരം നടത്തുകയും അനിശ്ചിതകാല സമരം നടത്തുകയും ശയനപ്രതിഷ്ഠ നടത്തുകയും ചെയ്യുന്നത്. നമസ്കാരം. ഇപ്പോൾ നിൽക്കുന്നത് തിരുവനന്തപുരം സെക്രട്ടേറിയറ്റിന്റെ മുൻപിലാണ്. 2019 ഒരു CPO നോട്ടിഫിക്കേഷൻ വരികയുണ്ടായി. 2020 കോവിഡ് കാലത്തിന് ശേഷം 2021-22 വർഷങ്ങളിലായി പ്രിലിംസും മെയിൻസും കടന്ന് ഒരു പറ്റം ഉദ്യോഗാർത്ഥികൾ കായികക്ഷമതാ പരീക്ഷയും പാസ്സായി ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടു. പക്ഷേ നാമമാത്രമായിട്ടുള്ള നിയമനം മാത്രമാണ് ആ ലിസ്റ്റിൽ നിന്നുണ്ടായിട്ടുള്ളത്. വെറും 21% മാത്രം. ഇനിയും പതിനായിരക്കണക്കിന് ഉദ്യോഗാർത്ഥികൾ ജോലി എന്ന പ്രതീക്ഷയ്ക്ക് വേണ്ടി ഇന്ന് ഇവിടെ സമരം ചെയ്യുകയാണ്. നാടിന്റെ ക്രമസമാധാനം പാലിക്കാൻ വേണ്ടി നിയോഗിക്കപ്പെടേണ്ടവർ ജീവിതത്തിന്റെ സമാധാനം നഷ്ടപ്പെട്ട് തെരുവിൽ ഇന്ന് ഉറങ്ങുകയാണ്. അപ്പൊ അവർക്ക് അവരുടെ കാര്യങ്ങൾ കൂടുതൽ അധികാരികളിലേക്ക് എത്തിക്കുവാനും അവർക്ക് പറയാനുള്ളത് പൊതുസമൂഹത്തോട് പറയാനും ഒക്കെയാണ്, പിന്തുണ നൽകാനൊക്കെയാണ് നമ്മളോട് എത്തിയിരിക്കുന്നത്. നമ്മുടെ കൂടെ രഞ്ജി സാറുണ്ട്. രഞ്ജി സാറെ, നമ്മുടെ സമരം ചെയ്യുന്ന പ്രിയപ്പെട്ട ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ട എല്ലാവിധ പിന്തുണ നൽകാനാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സാറോടെ എത്തിയിട്ടുണ്ടായിരുന്നു. കൂടുതൽ കാര്യങ്ങൾ നടക്കുകയാണ്. തീർച്ചയായിട്ടും ഇന്ന് സമരത്തിന്റെ 5ാം ദിവസമാണ്. വളരെ വേദനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മുടെ പിന്നിൽ കാണുന്നത്. കേരളത്തിലെ കാസർഗോഡ് മുതൽ കന്യാകുമാരി വരെയുള്ള സകല ജില്ലകളിലെയും CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളാണ് ഇവിടെ പൊരിഞ്ഞ വെയിലത്തും അതുപോലെ പൊടിയിലും മഞ്ഞിലും ഒക്കെ കഴിഞ്ഞ 5 ദിവസമായിട്ട് സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഇവർ സമരം ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു ചോദ്യം. ഈ സമരത്തിന്റെ ആവശ്യകതയുണ്ടോ? തീർച്ചയായിട്ടും ഒരിക്കലും ഈ സമരത്തിന്റെ ആവശ്യകതയെക്കുറിച്ച് ആർക്കും മറു അഭിപ്രായമില്ല. ഇതൊരു ധാർമ്മികമായ സമരമാണ്. 13,000-ഓളം ഉദ്യോഗാർത്ഥികളുടെ ലിസ്റ്റ് വന്നതിന് ശേഷം വെറും 3,000-ഓളം ആൾക്കാരെ മാത്രമാണ് നിയമിച്ചിരിക്കുന്നത്. അതായത് എല്ലാ വർഷവും ഓരോ തവണയും 80% അല്ലെങ്കിൽ 90% നിയമനം നടക്കേണ്ട ഒരു സ്ഥലത്ത് വെറും 21% മാത്രമാണ് നിയമനം നടന്നിരിക്കുന്നത് എന്നുള്ളത് ഏറ്റവും ഖേദകരമായ ഒരു കാര്യമാണ്. ഇവരിൽ പലരും ഇനി ഫോഴ്സിന്റെ ഒരു എക്സാം എഴുതാൻ കഴിയാത്തവരാണ്. കാരണം ഇവരുടെ ഏജ് ഓവറായി പോയിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അവരുടെ ഏറ്റവും അവസാനത്തെ ഒരു പ്രതീക്ഷയായിരുന്നു, ഒരു കച്ചിത്തുരുമ്പായിരുന്നു ഈ CPO റാങ്ക് ലിസ്റ്റ്. ആ റാങ്ക് ലിസ്റ്റിന്റെ കാലാവധി അവസാനിക്കാൻ വെറും 55 ദിവസം മാത്രം ബാക്കി നിൽക്കുമ്പോഴാണ് കേരളത്തിലെ ഈ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ചെറുപ്പക്കാര് ഇവിടെ സമരം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവരുടെ സമരം സത്യം പറഞ്ഞാൽ നമ്മളെ ഏറ്റവും വേദനിപ്പിക്കുന്നതാണ്. തീർച്ചയായിട്ടും അത് അധികാരികൾ കാണേണ്ടതാണ്. പിന്നെ എന്തുകൊണ്ട് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ ഈ വാർത്തയ്ക്ക് വേണ്ടത്ര പ്രാധാന്യം കൊടുക്കുന്നില്ല? ആദ്യത്തെ 2 ദിവസം ചെറുതായ രീതിയിൽ ഒന്ന് റിപ്പോർട്ട് ചെയ്തതല്ലാതെ ഒരു കാരണവശാലും വേണ്ടത്ര വാർത്താ പ്രാധാന്യം ഇതിന് കൊടുക്കുന്നില്ല. ഇവരുടെ നിത്യവൃത്തിക്ക് പോലും, ആഹാരത്തിന് പോലും ഇവർ തെരുവിൽ ഭിക്ഷ എടുക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. ഇവർക്ക് കുടുംബമുണ്ട്, ഇവരെ കാത്തിരിക്കുന്ന വീട്ടുകാരുണ്ട്. പലരുടെയും പല സന്തോഷങ്ങളും മാറ്റിവെച്ചിട്ടാണ് ഇവർ വന്നിരിക്കുന്നത്. ഇവരുടെ ഏറ്റവും വലിയൊരു കച്ചത്തുരുമ്പാണ് ആ ജോലി. ഇവർ ഇനിയുള്ള ദിവസങ്ങളിൽ മുന്നോട്ട് പോകുന്നത് കൂടുതൽ സമരമുറകളുമായിട്ടാണ്. ഇവരെ നിരാഹാരം പോലുള്ള സമരമുറകളിലേക്കും ഇവരുടെ വീട്ടുകാരെല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന സമരമുറകളിലേക്കും അവർ പോകുന്നുണ്ട്. ഒരുപാട് ഭാഗത്തുനിന്ന് ഇവർക്ക് സപ്പോർട്ട് കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇവരുടെ പ്രശ്നങ്ങൾ അധികാരികൾ എത്തിക്കട്ടെ, എത്രയും പെട്ടെന്ന് ഒരു പരിഹാരം കണ്ടുപിടിക്കട്ടെ. ഇവർക്ക് പ്രതീക്ഷ കൊടുത്തവർക്ക് എല്ലാവർക്കും ജോലി നേടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരോടൊപ്പമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് എൻട്രി ആപ്പും അധ്യാപകരും അവരോടൊപ്പമുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രമാണ് ഈ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങൾ നേരെ പോകുന്നത് ഉദ്യോഗാർത്ഥികളുടെ ഇടയിലോട്ടാണ്. അവർക്ക് ഒരുപാട് പ്രശ്നങ്ങൾ പറയാനുണ്ട്. അവരുടെ സമരത്തിന്റെ അവസ്ഥകളും അവരുടെ നിസ്സഹായ അവസ്ഥകളും അവരുടെ കണ്ണീരും എല്ലാം ഇതിനകത്തുണ്ട്. തീർച്ചയായിട്ടും ഇതിനെ ഒരു നല്ല സമരമായിട്ട് അല്ലെങ്കിൽ ഒരു ജെന്യൂൻ സമരമായിട്ട് കാണുക, എല്ലാവരും സപ്പോർട്ട് കൊടുക്കുക. അതാണ് എനിക്ക് പറയാനുള്ളത്. 2020 കഴിഞ്ഞ് 2021 തുടക്കമാറായപ്പോഴത്തേക്കാണ് കേരള PSC പുതിയൊരു പരിഷ്കാരം പ്രിലിംസ് മെയിൻസ് എന്ന് പറയുന്ന രീതി കൊണ്ടുവന്നത്. അന്നേരവും നമ്മൾ ആരും പ്രതികരിച്ചില്ല. കാരണം അന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും പാർട്ടി സെക്രട്ടറിയും PSC ചെയർമാനും നമുക്ക് നൽകിയ വാക്കെന്ന് പറഞ്ഞാൽ ഈ 2 ഘട്ട പരീക്ഷ കൊണ്ടുവരുന്നത് തന്നെ മുഴുവൻ ഉദ്യോഗാർത്ഥികൾക്ക് തൊഴിൽ ലഭിക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ്. നമ്മൾ ആരും പ്രതികരിക്കാതെ നമ്മൾ പുതിയ സിലബസ് അനുസരിച്ച് നമ്മൾ അപ്ഡേറ്റഡ് ആയി, നമ്മൾ അതനുസരിച്ച് ഫ്ലെക്സിബിൾ ആയി, നമ്മൾ പഠനം തുടങ്ങി, നമ്മൾ കഷ്ടപ്പെട്ട് വളരെയധികം പ്രിലിംസും മെയിൻസും പാസ്സായി
നമ്മൾ വളരെയധികം കഷ്ടപ്പെട്ട് ഫിസിക്കലും നമ്മൾ ഇതിന്റെ ഇടയിൽ ചെയ്തു. നമ്മൾ ആ റാങ്ക് ലിസ്റ്റിൽ വന്നു. അവസാനം റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞപ്പോഴാണ് നമുക്ക് നിയമനമില്ല, സർക്കാരിന് സാമ്പത്തിക പ്രതിസന്ധിയാണ്, നമുക്ക് നിങ്ങളെ ജോലിക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മളിൽ തരാൻ ശമ്പളമില്ല എന്നുള്ള കാരണത്താൽ നമുക്ക് നിയമനം തരാതെ നിൽക്കുന്നത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ നമ്മൾ പറ്റിക്കപ്പെടുന്നത് നമുക്ക് മനസ്സിലാവുന്നില്ല. ഗവൺമെന്റും അധികാരികൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നമ്മൾ ഒരു തരത്തിലും എതിർക്കാതെ എല്ലാം വ്യക്തമായിട്ട് നമ്മൾ അനുസരിച്ച് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വന്നിട്ട് പോലും നമുക്ക് ജോലി ലഭിക്കാത്തൊരു സാഹചര്യമാണ്. നമ്മൾ എന്തായാലും മരണം വരെ നമ്മൾ ഇതിന്റെ ഫ്രണ്ടിൽ കിടന്ന് സമരം ചെയ്യാൻ നമ്മൾ റെഡിയാണ്. നമുക്ക് അർഹിക്കുന്ന ഒരു ജോലി നമുക്ക് ലഭിച്ചേ പറ്റുള്ളൂ. അല്ലാത്ത പക്ഷേ നമുക്ക് വേറൊരു മാർഗ്ഗമില്ല. നമുക്ക് പുറത്തു പോകാനും പൈസ ഇല്ല. നമ്മൾ ഈ ഒരു കേരള PSC എന്ന് പറയുന്ന ഒരു സിസ്റ്റത്തിൽ വിശ്വസിച്ച് നമ്മൾ പഠിച്ച് നമ്മളൊരു റാങ്ക് ലിസ്റ്റിൽ വന്നു പോയതാണോ നമ്മൾ നമ്മൾ ചെയ്തൊരു തെറ്റെന്ന് പറയുന്നത്? ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്, കേരളത്തിലെ യുവജനങ്ങളെല്ലാം നാട് വിട്ട് പുറത്തു പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. അപ്പൊ നമ്മളിത് അധികാരികളെടുത്ത് നമ്മളിത് പറയുമ്പോഴും അവർക്കിത് മുഖവിലേക്ക് എടുക്കാൻ തയ്യാറാകുന്നില്ല. ഒരു 10 വർഷത്തിന് ശേഷം ഇതാണ് കേരളത്തിലെ യുവാക്കളുടെ ഒരു അവസ്ഥയെങ്കിൽ കേരളം ഒരു വൃദ്ധജനങ്ങളുടെ ഒരു കൂട്ടമായിട്ട് മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നമസ്കാരം, ഞാൻ പ്രദീപ് മുഖത്തല. കേരള സെക്രട്ടേറിയറ്റ് മുന്നിൽ PSCയിലെ കേരള പോലീസ് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട ഉദ്യോഗാർത്ഥികളുടെ ഒരു സമരം നടക്കുകയാണ്. അതിൽ 100% ജെന്യൂനായ ഒരു സമരമാണ്. ഈ ഉദ്യോഗാർത്ഥികൾ പ്രധാനമായിട്ടും 2019 നോട്ടിഫിക്കേഷൻ വന്നു. കൊറോണ കാരണം 2021 പരീക്ഷ പ്രിലിംസ് നടക്കുകയും പിന്നീട് മെയിൻ പരീക്ഷ, പിന്നീട് ഫിസിക്കലും പാസ്സായി കുറെ വർഷങ്ങൾക്ക് ശേഷമാണ് അവരുടെ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിച്ചത്. എന്നാൽ ഈ ലിസ്റ്റിൽ നിന്നും വളരെ കുറച്ച് നിയമനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ പൊതുവെ ഫോഴ്സ് പരീക്ഷകളുടെ ലിസ്റ്റിൽ 90% ആൾക്കാരെ എടുക്കുമ്പോൾ ഇത് നാമമാത്രമായ ആളുകളെ മാത്രമേ ലിസ്റ്റിൽ നിന്നും എടുത്തിട്ടുള്ളൂ. മറ്റൊരു പ്രധാന വിഷയം, പലരുടെയും ഏജ് ഓവറായി. കാരണം നിരവധി വർഷങ്ങളാണ് ഇതിലൂടെ കടന്നുപോയത്. ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ട പല ഉദ്യോഗാർത്ഥികളെയും എനിക്ക് വ്യക്തിപരമായി അറിയാം. എൻ്റെ സ്റ്റുഡൻറ്റുമാണ്. അവരുടെ കുടുംബത്തെയും എനിക്കറിയാം. കാരണം അവരുടെ കുടുംബങ്ങൾ കഴിഞ്ഞു പോകുന്നത് തന്നെ ഈ ഉദ്യോഗാർത്ഥികൾ പലപ്പോഴും കാറ്ററിംഗ് വർക്കിന് പോകുന്നതും കൊച്ചു കൊച്ചു ജോലികൾക്ക് പോയി പ്രതീക്ഷയോടെ രാത്രി വന്നിരുന്ന് പഠിച്ച് രാവിലെയും എഴുന്നേറ്റിരുന്ന് പഠിച്ച് ഒരു പ്രതീക്ഷയോടുകൂടി ഒരു ജോലി കിട്ടണം എന്ന് ആഗ്രഹിച്ച് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരാണ്. ഈ ഉദ്യോഗാർത്ഥികൾ റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ തന്നെ ഇവരുടെ രക്ഷിതാക്കൾ വളരെയധികം പ്രതീക്ഷ വെച്ചു. എന്റെ മകൻ എത്രയും പെട്ടെന്ന് പോലീസ് യൂണിഫോം ധരിച്ച് എന്റെ മുമ്പിലേക്ക് വരുമെന്നുള്ള പ്രതീക്ഷകൾ. ആ പ്രതീക്ഷകളൊക്കെ മങ്ങിക്കൊണ്ടാണ് ഈ രക്ഷിതാക്കളും കൂടി ഈ സമരത്തിന് ഉടൻ തന്നെ ഇറങ്ങുന്നു എന്ന് അറിയാൻ കഴിഞ്ഞത്. അത് വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് ഞാൻ കേട്ടത്. നിയമനങ്ങളുടെ കാര്യത്തിൽ രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നമ്മുടെ ഈ കൊച്ചു സംസ്ഥാനത്തില് ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ അഭിമാനക്ഷതമേൽക്കുന്നതാണ്. അതുകൊണ്ട് ബന്ധപ്പെട്ട അധികാരികളോട് എത്രയും പെട്ടെന്ന് ഈ ഒരു പ്രശ്നത്തിന് പരിഹാരം കാണണമെന്ന് ഉദ്യോഗാർത്ഥികളുടെ ഒരു അധ്യാപകൻ എന്ന നിലയിൽ അഭ്യർത്ഥിക്കുന്നു. CPO തസ്തികയുടെ പ്രായപരിധി എന്ന് പറയുന്നത് 18 മുതൽ 26 വയസ്സ് വരെയാണ്. അപ്പോൾ ആകെ ഒരു 8 വർഷമാണ് നമുക്ക് ഇതിനു വേണ്ടി ശ്രമിക്കാനുള്ള ഒരു ടൈം കിട്ടുന്നത്. അത് ഇത്തവണത്തെ കോവിഡ് കാരണം 4 വർഷം നഷ്ടപ്പെട്ടിട്ട് എന്നിട്ടും ഇവിടെ എത്തി അവസാന ടൈമിൽ എത്തി നിൽക്കുന്ന ആളുകളാണ് ഈ ലിസ്റ്റിൽ ഭൂരിഭാഗവും. അതേപോലെ തന്നെ PSC കൊണ്ടുവന്ന പരിഷ്കാരങ്ങൾ, 2 ഘട്ട പരീക്ഷകൾ, അപ്പോൾ ഈ ഒരു മാറ്റത്തെ അതിജീവിച്ച കരുത്തരായിട്ടുള്ള ആളുകളുമാണ് ഈ ലിസ്റ്റിലുള്ളത്. അപ്പോൾ അവരെ സംബന്ധിച്ച് നിയമനം കിട്ടുക എന്നുള്ളത് അത്രയും അർഹിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. ഇതിലേക്ക് നമ്മുടെ PSCയും അതേപോലെ തന്നെ സർക്കാരും അനുഭാവപൂർവ്വം പരിഗണിക്കുന്നു, വേണ്ട ശ്രദ്ധ ചെലുത്തുമെന്നൊക്കെ പ്രതീക്ഷിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമരത്തിന് എല്ലാവിധ പിന്തുണയും അറിയിക്കുന്നു. ഞങ്ങളുടെ ജീവിതത്തിൽ പ്രധാനപ്പെട്ട 5 വർഷം നഷ്ടപ്പെടുത്തിയ റാങ്ക് ലിസ്റ്റാണ്. 5 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു PSC പഠിക്കുന്ന ഒരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചോളം വളരെ വലിയൊരു നഷ്ടമാണത്. കാര്യം വീട്ടിലെ സാഹചര്യങ്ങളാണെങ്കിലും മറ്റുള്ള പ്രതികൂല കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ഞങ്ങൾ അതിനെല്ലാം തരണം ചെയ്ത് തന്നെ ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വരാൻ വേണ്ടി അത്രയേറെ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടുണ്ട്. പഠിച്ച് റാങ്ക് ലിസ്റ്റിൽ വന്ന് ജോലിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ഈ ഒരു തെരുവിലേക്ക് ഇറങ്ങേണ്ടി വരുമെന്നുള്ളത് ഞങ്ങൾ ആരും സ്വപ്നത്തിൽ പോലും വിചാരിച്ച കാര്യമല്ല. എൻ്റെ വീട്ടിലെ സാഹചര്യം വെച്ച് നോക്കുകയാണെങ്കിൽ 6 വർഷമായിട്ട് എൻ്റെ അമ്മ ഡയാലിസിസ് പേഷ്യൻ്റ് ആണ്. ഈ ഒരു കാര്യത്തിനിടയ്ക്ക് വെച്ചാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പഠിത്തവും അങ്ങനെയുള്ള കാര്യങ്ങളും എല്ലാം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. വീട്ടിലെ സാഹചര്യങ്ങളും അതിൻ്റെ പ്രതികൂല കാലാവസ്ഥ, അതിനിടയ്ക്ക് ഒത്തിരി പ്രശ്നം ഉണ്ടാകുന്ന സമയത്തും PSC പഠനം ഞാൻ നിർത്തിയിട്ടില്ല. എന്നെ പോലെ തന്നെ ഇവരാരും നിർത്തിയിട്ടില്ല. അതിനെല്ലാം തരണം ചെയ്ത് തന്നെയാണ് ഈ ഒരു ലിസ്റ്റിനകത്ത് വന്നത്. പക്ഷെ ഈ ഒരു ലിസ്റ്റിനകത്ത് വന്നിട്ട് ജോലി പ്രതീക്ഷിച്ച് അല്ലെങ്കിൽ അഡ്വൈസ് മെമ്മോ പ്രതീക്ഷിച്ചിരിക്കുന്ന സമയത്ത് ഈ ഒരു ജോലി കിട്ടാതെ വരുന്നത് വളരെയധികം സങ്കടം വരുന്ന ഒരു കാര്യമാണ്. ദയവായി സർക്കാരും മറ്റുള്ള അധികാരികളും ഞങ്ങളുടെ ഈ സമരത്തെ കണ്ടില്ലെന്ന് നടിക്കരുത്. ഞങ്ങളുടെ ആവശ്യങ്ങൾ എന്താണോ, ഞങ്ങളുടെ ആവശ്യം എന്ന് പറയുന്നതൊന്നുമില്ല. കാര്യം 13,000 പേര് ഉൾക്കൊള്ളുന്ന റാങ്ക് ലിസ്റ്റിനകത്ത് നിന്ന് 3,000 പേർക്ക് മാത്രം നിയമനം കൊടുത്ത് ബാക്കി 14,000 പേരും പുറത്തു വരുന്ന ഈ ഒരു സ്ഥിതിവിശേഷത്തെ മാറ്റിമറിച്ചുകൊണ്ട് ഞങ്ങൾക്ക് ഞങ്ങളുടെ ജോലി മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ തന്നെ അർഹതപ്പെട്ട 100% നിയമനമാണ് അദ്ദേഹം പറഞ്ഞത്. കാര്യം 2 ഘട്ട പരീക്ഷ എഴുതിയത് തന്നെ
വേക്കൻസിക്ക് അനുപാതികമായിട്ട് ജോലി കൊടുക്കാനാണെന്നും ആ വേക്കൻസിക്ക് അനുപാതികമായിട്ട് ജോലി കൊടുക്കുമ്പോൾ റാങ്ക് ലിസ്റ്റിൽ വരുന്ന ഉദ്യോഗാർത്ഥികൾക്ക് മുഴുവൻ ജോലി കിട്ടും എന്നുള്ളത് മുഖ്യമന്ത്രി പറഞ്ഞനുസരിച്ച് ആ വാക്കിനെ വിശ്വസിച്ച് പരീക്ഷ എഴുതിയവരാണ് ഈ ഇരിക്കുന്ന ഇത്രയും പേരും. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അർഹതപ്പെട്ട ജോലി തന്നേ മതിയാകൂ. കാര്യം ഇതൊരു അപേക്ഷയാണ്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയോടും കേരള സർക്കാരിനോടും ഞങ്ങൾ ബോധിപ്പിക്കുന്ന ഒരു അപേക്ഷയാണ്. ഹലോ ഫ്രണ്ട്സ്, സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം വളരെ ദുഃഖകരമായ ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത്. ലിസ്റ്റ് ക്യാൻസലാകാൻ ഇനി 2 മാസം ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാം. ഈ അവസ്ഥയിൽ പോലും 25% താഴെയാണ് നിയമനങ്ങൾ നടന്നിരിക്കുന്നത്. മുൻപ് ഒരിക്കലും ഇല്ലാത്ത വിധം നിയമനങ്ങളിൽ കുറവ് വന്നിരിക്കുന്നു. ഈ തസ്തികയെ സംബന്ധിച്ച് പറയുമ്പോൾ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് എപ്പോഴും അവരുടെ ഒരു ആഗ്രഹ നിവർത്തിക്ക്, അതായത് അവർക്കൊരു സർക്കാർ ജോലി സമ്പാദിക്കുക, അതുപോലെ തന്നെ ക്രമസമാധാന പരിപാലനത്തിനും മറ്റു കാര്യങ്ങൾക്കുമായി തങ്ങളുടെ സേവനം വിനിയോഗിക്കുക എന്നതിനെ സംബന്ധിച്ചുള്ള ഒരു സാക്ഷാത്കാരമായിട്ടാണ് അവർ കരുതുന്നത്. ഇവിടെ ഇന്ന് ഉദ്യോഗാർത്ഥികൾ നിയമനത്തിന് വേണ്ടി അവർ തെരുവിൽ ഇറങ്ങേണ്ട ഒരു അവസ്ഥയാണ് വന്നിരിക്കുന്നത്. അവരുടെ രക്ഷകർത്താക്കളും അതോടൊപ്പം തന്നെ വളരെ വിഷമകരമായ അവസ്ഥയിലാണ്. ഇക്കാര്യത്തിൽ എന്തായാലും ഗവൺമെന്റ് ഉണർന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. ഇപ്പോൾ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ ലഭ്യമായിട്ടുള്ള വേക്കൻസികൾ ഏതൊക്കെയാണോ അതൊക്കെ റിപ്പോർട്ട് ചെയ്തുകൊണ്ട് നിയമനം നടത്തേണ്ടതുണ്ട്. അഡീഷണൽ തസ്തികകൾ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ അതുകൂടി ചെയ്തുകൊണ്ട് ഉദ്യോഗാർത്ഥികളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ഗവൺമെന്റായി നമ്മുടെ ഗവൺമെന്റ് മാറേണ്ടതുണ്ട്. എല്ലാം ശുഭമായി തീരട്ടെ എന്നാഗ്രഹിക്കുകയാണ്. നല്ലത് തന്നെ സംഭവിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ജീവിക്കാനുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ PSC പഠിച്ചത്. എൻ്റെ ഏജ് ഓവറായി, എനിക്ക് ഏകദേശം 31 വയസ്സായി. ഇനി എൻ്റെ മുമ്പിൽ മറ്റു വഴികളില്ല. ഈ ജോലിയിൽ ഞാൻ ഒരു നല്ലൊരു റാങ്ക് ലിസ്റ്റിലാണ് ഞാൻ എത്തപ്പെട്ടത്. ഏകദേശം ഫസ്റ്റ് ചാൻസിൽ അല്ലെങ്കിൽ സെക്കൻഡ് ചാൻസിൽ ഈ ജോലിക്ക് കയറാമെന്നുള്ള ഒരു ഉറച്ച പ്രതീക്ഷയോടെയായിരുന്നു ഞാൻ ഇരുന്നത്. എൻ്റെ മുമ്പിൽ വേറെ ഒരു വഴികളില്ല. ഞാനിപ്പോൾ ഇപ്പം ജോലിക്ക് പോകാൻ എനിക്ക് പറ്റുന്നില്ല. ഞാൻ കടം മേടിച്ചുള്ള പൈസയും കൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഈ സമരത്തിന് വേണ്ടി ഇവിടെ വന്ന് നിൽക്കുന്നത്. എനിക്കെന്നല്ല, ഇവിടെ നിൽക്കുന്ന ആർക്കും ഈ ഒരു സമരത്തിന് വേണ്ടി വരണമെന്നുള്ള ഒരു ആഗ്രഹവും ഇല്ല. കാരണം ഓരോ വിദ്യാർത്ഥികളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെ പരിതാപകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. എത്രയും പെട്ടെന്ന് സർക്കാർ ഞങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള വേക്കൻസികൾ തന്ന് നമ്മളെ ഈ ദയനീയ അവസ്ഥ കണ്ട് എത്രയും പെട്ടെന്ന് വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. നമസ്കാരം, ഞാൻ ഇശാഖ് പാവുമ്പ. ഒരു കരിയർ ഗൈഡൻസ് അധ്യാപകൻ എന്ന നിലയിൽ വളരെയധികം ദുഃഖം ജനിപ്പിക്കുന്ന ഒരു കാഴ്ചയാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാക്കി അണിഞ്ഞുകൊണ്ട് നമ്മുടെ നാടിനെയും നാട്ടുകാരെയും എല്ലാവരെയും സേവിക്കാൻ വേണ്ടി സന്നദ്ധരായി പരീക്ഷ എഴുതി പാസ്സായ ഒട്ടനേകം ഉദ്യോഗാർത്ഥികൾ ഇപ്പോൾ സമരങ്ങളും അലമുറയുമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ ഉള്ളതായിട്ട് നമുക്ക് കാണാൻ കഴിയും. അപ്പം 2019 വിളിച്ച CPO എക്സാം ഏറ്റവും കഠിനമായി തോന്നിയ പരീക്ഷയായിരുന്നു. കാലാകാലങ്ങളായിട്ട് PSC നടത്തി വന്ന ഏറ്റവും ബുദ്ധിമുട്ടേറിയ CPO എക്സാം എന്ന് തന്നെ പറയാം. എല്ലായ്പ്പോഴും PSC 90 അല്ലെങ്കിൽ 100% വരെയും ലിസ്റ്റ് കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു മേഖല ഫോഴ്സാണ്, പ്രത്യേകിച്ച് CPO പോലുള്ള ലിസ്റ്റുകൾ. അപ്പോൾ ആ ഒരു CPO ലിസ്റ്റിലാണ് ഇത്തവണ ഇത്രയധികം അവഗണന നേരിടുന്നത്. എത്രയും പെട്ടെന്ന് തന്നെ സമരം ചെയ്യുന്ന നമ്മുടെ ചെറുപ്പക്കാരുടെ ഈ പ്രശ്നങ്ങൾ സർക്കാർ കണ്ട് അതിന് പരിഹാരമുണ്ടാക്കും എന്ന് പ്രത്യാശിക്കുന്നു. കഴിഞ്ഞ CPO റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട സമരം ചെയ്യുന്ന എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും എൻ്റെ പൂർണ്ണ പിന്തുണ. നമസ്കാരം, ഞാൻ ബിപിൻ മാത്യൂസ്. സംസ്ഥാനത്ത് വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ കാക്കി അണിഞ്ഞ് പോലീസ് ഉദ്യോഗം ചെയ്യാൻ ആഗ്രഹിച്ച ഒരു കൂട്ടം ഉദ്യോഗാർത്ഥികളാണ് സെക്രട്ടേറിയറ്റ് മുമ്പിൽ പൊരിവെയിലത്ത് സമരം ചെയ്യുന്നത്. നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ച് ശുഭകരമായ വാർത്തയല്ല ഇത്, പ്രത്യേകിച്ച് ഇന്നത്തെ യുവജനതയെ സംബന്ധിച്ച്. 2019 നോട്ടിഫിക്കേഷൻ വന്ന് പ്രിലിംസും മെയിൻസും ഫിസിക്കലും ഉൾപ്പെടെയുള്ള പല കടമ്പകൾ കടന്ന് നിരവധി വർഷങ്ങൾ നഷ്ടപ്പെടുത്തിയാണ് ഈ ഉദ്യോഗാർത്ഥികൾ സെക്രട്ടേറിയറ്റ് മുമ്പിൽ സമരം ചെയ്യുന്നത്. മുൻകാലങ്ങളിലൊക്കെ 70% മുകളിൽ പോലീസ് ലിസ്റ്റിൽ നിന്ന് അഡ്വൈസുകൾ പോകാറുണ്ടായിരുന്നു. എന്നാൽ 2019 ലിസ്റ്റിൽ നിന്ന് വെറും 30% താഴെ മാത്രമാണ് അഡ്വൈസ് പോയിട്ടുള്ളത്. പലരും അവരുടെ ഉപജീവന മാർഗങ്ങൾ മാറ്റിവെച്ച് ഈ കടുത്ത അവസ്ഥയിലും പ്രത്യേകിച്ച് ഈ പൊരിവെയിലും വെള്ളം പോലും കിട്ടാതെയാണ് സമരത്തിന് വേണ്ടി മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് ഈ ലിസ്റ്റിലെ കാലാവധി അവസാനിക്കുന്ന അവസാന മാസമെങ്കിലും അവർക്ക് വേണ്ട ഉചിതമായ ഒരു നടപടി, ഒരു തീരുമാനം സർക്കാർ എടുക്കണമെന്ന് വളരെ താഴ്മയോടെ അപേക്ഷിച്ചുകൊള്ളുന്നു. എങ്ങനെയെങ്കിലും ഇനിയുള്ള 57 ദിവസങ്ങളെങ്കിലും സർക്കാർ ഇത് കണ്ണു തുറക്കണം, നമ്മുടെ കാര്യത്തിൽ ഇടപെടണം. ഈ പറയുന്ന 10,000 യുവാക്കൾക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ് നമ്മുടെ അഭ്യർത്ഥന എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം കഷ്ടപ്പെട്ടിട്ടുണ്ട് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ നമ്മൾ ഓരോരുത്തരും എത്തിച്ചേരാൻ വേണ്ടി. ഞങ്ങളുടെ 5 വർഷത്തിന്റെ ഫലം തന്നെയാണ് ഈ പറയുന്ന ഒരു റാങ്ക് ലിസ്റ്റ് വരിക എന്ന് പറയുന്നത്. കാരണം ഒരു റാങ്ക് ലിസ്റ്റിന് 5 വർഷം എടുക്കുക എന്ന് പറയുന്നത്
വളരെ വളരെ വിരളമാണ്. കാരണം വെറും 1 വർഷം മാത്രം കാലാവധിയുള്ള റാങ്ക് ലിസ്റ്റാണ് ഈ 5 വർഷം എടുത്തത്. ഈ പറഞ്ഞ 5 വർഷത്തിന് നമുക്ക് ഫലം കിട്ടണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രയത്നിക്കുന്നതും. ഇനി തിങ്കളാഴ്ച മുതൽ അനിശ്ചിതകാല നിരാഹാര സമരമാണ്. അതായത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ട 10,000 ഉദ്യോഗാർത്ഥികളും അവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ വന്ന് കുടുംബങ്ങൾ ഉൾപ്പെടെ അനിശ്ചിതകാല നിരാഹാര സമരമാണ് അനുഷ്ഠിക്കാൻ പോകുന്നത്. നീതി ലഭിക്കും വരെ നമ്മളിവിടെ സമരം ചെയ്യും. മാത്രമല്ല, ഇനി അഥവാ നീതി ലഭിച്ചില്ലെങ്കിൽ ഇവിടെ കിടന്ന് മരിക്കാനും ഞങ്ങൾ തയ്യാറാണ്.